ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ ബയോളജിയിലെ ദ ലിവിങ് വേൾഡ് എന്ന ടോപ്പിക്കിലെ കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടാക്സോണമി. ടാക്സോണമിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? എന്താണ് ടാക്സോണമി എന്ന് പറയുന്നത്? നമ്മൾ ലിവിങ് ഓർഗാനിസത്തിന്റെ ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് എന്ത് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പൊ ടാക്സോണമിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ ഏതാണ് ഓർഗാനിസം എന്ന് ഐഡന്റിഫൈ ചെയ്യണം, അല്ലേ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ തേർഡ് നെയിം ഇൻ ട്രൈനോമിയൽ നോമൻക്ലേച്ചർ. ട്രൈനോമിയൽ നോമൻക്ലേച്ചറിൽ മൂന്നാമത്തെ നെയിം സൂചിപ്പിക്കുന്ന എന്താണ് ഈ ട്രൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ? ട്രൈനോമിയൽ നോമൻക്ലേച്ചറിൽ എപ്പോഴും നമ്മൾ സബ്സ്പീഷ്യസിന്റെ കാര്യവും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നെയിം ജീനസിന്റെ നെയിം തന്നെയായിരിക്കും. സെക്കൻഡ് നെയിം എന്ന് പറയുന്ന സ്പെസിഫിക് എപ്പിത്തറ്റ് ആയിരിക്കും. തേർഡ് നെയിം എന്ന് സൂചിപ്പിക്കുന്ന എന്താണ്? സബ് സ്പീഷ്യസ് ആണ്. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓർഗനൈസേഷൻ ലെവൽസ് ഇൻ ലിവിംഗ് ബീങ്സ്? ലിവിംഗ് ബീങ്സിന്റെ ഓർഗനൈസേഷൻ ലെവൽസിന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് എന്ന് പറയുന്ന അറ്റോമിക് ലെവൽ ആണ്, ദെൻ മോളിക്കുലാർ ലെവൽ, ദെൻ സബ് സെല്ലുലാർ, സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ആൻഡ് ഇൻഡിവിജ്വൽ. ഇതാണ് എന്ത് കറക്റ്റ് ഫോം ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് ഡിഫറെന്റ് ലെവൽസ് എന്ന് പറയുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ യൂണിവേഴ്സൽ റൂൾ ഓഫ് ബയോളജിക്കൽ നോമൻക്ലേച്ചർ ഈസ് ഇൻകറക്റ്റ്? ഇതിൽ ഏതാണ് ബയോളജിക്കൽ നോമൻക്ലേച്ചറിന്റെ ഇൻകറക്റ്റ് എന്ന് പറയാം? ഫസ്റ്റ് എന്താണ്? ബയോളജിക്കൽ നെയിംസ് ആർ എയ്തർ ഡിറൈവ് ഫ്രം ലാറ്റിൻ ലാംഗ്വേജ് ഓർ ലാറ്റിനൈസ്ഡ്. കറക്റ്റ് ആണല്ലോ. ബയോളജിക്കൽ നെയിംസ് എപ്പോഴും നമ്മൾ ലാറ്റിൻ ലാംഗ്വേജിലാണ് എഴുതുന്നത്. കാരണം എന്താണ്? ലാറ്റിൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഡെഡ് ലാംഗ്വേജ് ആണ്. സോ അതിലൊരു മോഡിഫിക്കേഷനും വരാൻ പോകുന്നില്ല. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ ഫസ്റ്റ് വേർഡ് ഇൻ ബയോളജിക്കൽ നെയിം റെപ്രസെന്റ്സ് ദ ജീനസ് വൈൽ ദ സെക്കൻഡ് കമ്പോണന്റ് ഡിനോട്ട്സ് ദ സ്പീഷ്യസ്. ശരിയാണല്ലോ. ഒരു ബയോളജിക്കൽ നെയിമിൽ ഫസ്റ്റ് വേർഡ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ജീനസിനെയും സെക്കൻഡ് കമ്പോണന്റ് റെപ്രസെന്റ് ചെയ്യുന്ന സ്പീഷ്യസിനെയാണ്. ഇനി ബോത്ത് ദ വേർഡ്സ് ഇൻ ദ ബയോളജിക്കൽ നെയിംസ് വെൻ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്ലി ബോത്ത് ജീനസ് ആസ് വെൽ എസ് സ്പീഷ്യസ് നെയിം, അതായത് ബയോളജിക്കൽ നെയിം ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ അത് സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യും. ഇപ്പോൾ പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റാലിക്സിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്, അതിൻ്റെ ലാറ്റിൻ ഒറിജിൻ കാണിക്കാൻ വേണ്ടി. അപ്പോൾ അത് റൂൾസ് ഫോർ നെയിമിംഗ് ദ നോമൻക്ലേച്ചർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. ഇനി അടുത്ത് നമുക്ക് ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? ദ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ക്യാപിറ്റൽ ലെറ്റർ വൈൽ ദ ജനറിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ സ്മോൾ ലെറ്റർ. അതായത് നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ബയോളജിക്കലി നെയിം ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് കമ്പോണൻസ് കാണും. ജീനസ് നെയിമും കാണും, സ്പീഷ്യസ് നെയിം കാണും. ജീനസ് നെയിം ജനറിക് എപ്പിത്തറ്റ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് സ്റ്റാർട്ടിംഗ് വിത്ത് സ്മോൾ ലെറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ് ദാറ്റ് ഈസ് സ്പീഷ്യസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇതിൽ റോങ് വരുന്നത്. ഓപ്ഷൻ ഡി. ഇനി അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓപ്ഷൻ ഡി ആണ് 17th ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലിനൈസ് ഡിസ്ക്രൈബ്ഡ് 5900 സ്പീഷ്യസ് ഓഫ് പ്ലാന്റ്സ് ഇൻ ഹിസ് ബുക്ക്. അതായത് ഈ പ്ലാന്റ്സിൻ്റെ ബയോളജിക്കൽ നെയിം ഒക്കെ സ്പെസിഫൈ ചെയ്ത ഏത് ബുക്കിലാണ് കാർലസ് ലിനൈസ് സ്പെസിഫൈ ചെയ്തത്? ഇൻ ദ ഇയർ 1753. അത് സ്പീഷ്യസ് പ്ലാന്റീറത്തിലാണ് പ്ലാന്റ് സ്പീഷ്യസിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്തത്. ആൻഡ് അനിമൽ സ്പീഷ്യസിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്ത ബുക്ക് എന്ന് പറയുന്നത് സിസ്റ്റമ നാച്ചുറേ ആണ്, ഇൻ ദ ഇയർ 1758. സോ 18th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്.
ഇനി അടുത്തത് 19th ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ICBN എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ ആണ്. അതായത് ഓപ്ഷൻ ബി ആണ്. നോമൻക്ലേച്ചർ, ബൈനോമിയൽ നോമൻക്ലേച്ചറിന് കുറേ സെറ്റ് ഓഫ് റൂൾസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് കാർലസ് ലിനേസ്. അപ്പോൾ ആ റൂളിനെയൊക്കെ പിന്നെ റിവൈസ് ചെയ്ത ഒരു നോമൻക്ലേച്ചറാണ് ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതാണ് ICBNന്റെ ഫുൾ ഫോം, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഇനി അടുത്തത് 20th ക്വസ്റ്റ്യൻ ആണ്. ഹൂ റോട്ട് ദ സ്പീഷ്യസ് പ്ലാന്റേറിയം ആൻഡ് പ്രൊവൈഡഡ് എ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഫോർ പ്ലാന്റ്സ്. സ്പീഷ്യസ് പ്ലാന്റേറിയം എന്ന ബുക്ക് എഴുതിയത് ആരാണ്? പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ടുള്ള ആ ഒരു ബുക്ക് എഴുതിയത് കാർലസ് ലിനേസ് ആണ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 20th ക്വസ്റ്റ്യന് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി അടുത്തത് 21th ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 21th ക്വസ്റ്റ്യൻ. ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഈസ് ഹാവിങ് മെനി അഡ്വാൻറ്റേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗോൾ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതായത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നമ്മൾ ഈ ബയോളജിക്കൽ ഹൈറാർക്കി നമ്മൾ ഡിഫറെൻറ്റ് ഓർഗാനിസത്തിനെ ഡിഫറെൻറ്റ് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും. അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസ് ഇൻ ട്രേറ്റ്സും ബേസ് ചെയ്ത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജിൽ പെടാത്തത് ഈ ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പം ക്ലാസിഫിക്കേഷൻ്റെ മെയിൻ ഗോൾ എന്താണ്? ഓർഗാനിസത്തിൻ്റെ ഇടയ്ക്ക് റിലേഷൻഷിപ്പ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അവയുടെ ട്രേറ്റ്സും അതായത് കോമൺ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിസിമിലാരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഓർഗാനിസത്തിൻ്റെ നെയിം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇതിൻ്റെ ഗോൾ അല്ലാത്തത് എന്താണ്? കൺവെർജൻറ്റ് ഇവല്യൂഷൻ ഡെപിക്റ്റ് ചെയ്യുക എന്നൊരു ഗോള് എന്താണ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് ഇല്ല. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത് 22th ക്വസ്റ്റ്യൻ ആണ്. 22th ക്വസ്റ്റ്യൻ. മാച്ച് കോളം 1 വിത്ത് കോളം 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ കോഡ് ഗിവൺ ബിലോ. കോളം 1 കോളം 2 മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? കോളം 1 എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ ഡാർവിൻ ഓഫ് ദ 20th സെഞ്ച്വറി, ഫാദർ ഓഫ് ബോട്ടണി ആൻഡ് ഫാദർ ഓഫ് മെഡിസിൻ. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാണ് പ്രപ്പോസ് ചെയ്തത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തത് ലിനേസ് ആണ്. അപ്പോൾ എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തത് ലിനേസ് ആണ്. ഇനി അടുത്തത് എന്താണ്? ഡാർവിൻ ഓഫ് 20th സെഞ്ച്വറി. ഡാർവിൻ ഓഫ് 20th സെഞ്ച്വറി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഏണസ്റ്റ് മേയർ ആണ് ഡാർവിൻ ഓഫ് 20th സെഞ്ച്വറി എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ഫാദർ ഓഫ് ബോട്ടണി. ബോട്ടണിയുടെ പിതാവ്, ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ് ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫാദർ ഓഫ് മെഡിസിൻ. ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റ്സ് ആണ്. അപ്പം 22th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയായിരുന്നു. ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്ത കാർലസ് ലിനേസ് ആണ്. അടുത്തത് ഡാർവിൻ ഓഫ് 20th സെഞ്ച്വറി എന്ന് അറിയപ്പെടുന്നത് ഏണസ്റ്റ് മേയർ ആണ്. ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറയുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. ദെൻ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റ്സ് ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 22nd ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. അടുത്തത് 23th ക്വസ്റ്റ്യൻ ആണ്. 23th ക്വസ്റ്റ്യൻ എന്താണ്? മോസ്റ്റ് നെയിം ഇൻ ബയോളജിക്കൽ നോമൻക്ലേച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം ആർ ടേക്കൺ ഫ്രം വിച്ച് ലാംഗ്വേജ്. അതായത് ബയോളജിക്കൽ നോമൻക്ലേച്ചർ നമ്മൾ സയൻറ്റിഫിക് നെയിംസ് ലിവിങ് ഓർഗാനിസത്തിന് കൊടുക്കുമ്പോൾ ഏത് ലാംഗ്വേജിലാണ് കൊടുക്കുന്നത്? ഓപ്ഷൻ ബി ലാറ്റിൻ ലാംഗ്വേജിലാണ് കൊടുക്കുന്നത്. നമ്മൾ ലാറ്റിൻ ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ലാറ്റിൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഡെഡ് ലാംഗ്വേജ് ആണ്. സോ ആ ലാംഗ്വേജിൽ ഫർദർ മോഡിഫിക്കേഷൻസ് ഒന്നും വരാനില്ല. അതുകൊണ്ടാണ് ബയോളജിക്കൽ നോമൻക്ലേച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസത്തിന് നമ്മൾ ലാറ്റിൻ ലാംഗ്വേജ് ചൂസ് ചെയ്തത്. ദെൻ കാർലസ് ലിനേസ് ബിലോങ് ടു. കാർലസ് ലിനേസ് എവിടെയുള്ള ആളാണ്? സ്വീഡനിലുള്ള ആളാണ്. അതായത് ഓപ്ഷൻ സി ആണ്. ഇനി 25th ക്വസ്റ്റ്യൻ ആണ്. ദ മെയിൻ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം. നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള മെയിൻ പർപ്പസ് എന്താണ്? ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് എമംഗ് ദ ഓർഗാനിസം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 26th ക്വസ്റ്റ്യൻ ആണ്. The main objective of plant taxonomy is. Plant taxonomy മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്?
മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ടു സ്റ്റഡി ദ വേൾഡ്സ് ഫ്ലോറയെ പറ്റി, അതായത് പ്ലാന്റ്സിനെ പറ്റി പഠിക്കാൻ, അത് ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. ടു പ്രൊവൈഡ് എ മെത്തേഡ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ, നമുക്ക് ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും നെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ക്ലാസിഫിക്കേഷൻ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് ലിവിങ് ഓർഗാൻസ് ആണ് അല്ലേ. ദെൻ നമ്മൾ സയന്റിഫിക് നെയിംസും കൊടുക്കുന്ന എന്താണ്, ലാറ്റിൻ ലാംഗ്വേജിലാണ്. അപ്പോൾ 26th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്നവ എല്ലാം ഉണ്ട്. അപ്പം ഓൾ ഓഫ് ദീസ് ആണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്ലാന്റ്സ് വെയർ ലാറ്റിൻ നെയിം ബിക്കോസ് ഇറ്റ് ഈസ് എ പ്ലാന്റ്സിന് നമ്മൾ എല്ലാത്തിനും ലാറ്റിൻ നെയിമാണ് സയൻറ്റിഫിക്കലി ചൂസ് ചെയ്തത്. അതിന് കാരണം എന്താണ്, ലാറ്റിൻ നെയിം ചൂസ് ചെയ്യാനുള്ള കാരണം ഓപ്ഷൻ സി ആണ്. കാരണം ലാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഡെഡ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്തത്. ഇനി അടുത്ത് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ബയോളജിക്കൽ നെയിം. ബയോളജിക്കൽ നെയിമിൻ്റെ കറക്റ്റ് ഓപ്ഷൻ, ബയോളജിക്കൽ നോമൻക്ലേച്ചർ എന്താണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്, അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, യൂണിവേഴ്സൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. അപ്പോൾ താങ്ക് യു.